ഇത് നമ്മുടെ വീഡിയോയുടെ പാർട്ട് 2 ആട്ടോ. 3 മാസം നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ വിശന്ന് അങ്ങനെയൊക്കെ ജീവിച്ച് വന്നില്ലേ. ഇനിയിപ്പോൾ 4ാമത്തെ മാസമായപ്പോൾ കുഴപ്പമില്ല, ഛർദിയൊക്കെ കുറച്ച് കുറവുണ്ട്. അങ്ങനെ 4ാമത്തെ മാസം ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 5ാമത്തെ മാസം നമ്മൾ സ്കാൻ ചെയ്തു, ബ്ലഡ് പരിശോധിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു. ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ചോറൊന്നും കഴിക്കുന്നില്ല, മധുരം കഴിക്കുന്നില്ല, പിന്നെ എങ്ങനെ എനിക്ക് ഷുഗർ വന്നേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പ്രഗ്നൻ്റ് ആയ ചില സ്ത്രീകളുണ്ടാകും, ഷുഗർ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇറങ്ങി. വീട്ടിൽ വന്ന് പിന്നെ ചോറൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. ചോറ് പൊതുവേ കഴിക്കൽ കുറവാണ്. അപ്പോൾ പിന്നെ ഇപ്പം തീരെ കഴിക്കുന്നില്ല. ചപ്പാത്തിയാക്കി ഓട്സാക്കി അങ്ങനെ അത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിച്ച് ഒരു 3 ദിവസമായപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വന്നു, വയറെല്ലാം വേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തലകറങ്ങി വീണു. ബ്ലഡ് പരിശോധിച്ചു, ഷുഗർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ചായ എല്ലാം കുടിച്ചു, കുഴപ്പമില്ല. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് ഡോക്ടർ പറഞ്ഞു ഒരു 3 ദിവസം രാവിലെയും വൈകുന്നേരം വന്ന് ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെയും വൈകുന്നേരം എല്ലാം പോയി ട്രിപ്പെല്ലാം ഇട്ട് നോർമലായി. യൂറിൻ ഇൻഫെക്ഷനൊക്കെ മാറി, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ചെക്കപ്പൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 7ാം മാസത്തിൽ ഡോക്ടർ പറഞ്ഞു 7ാം മാസത്തിൽ വരുമ്പോൾ സ്കാൻ ചെയ്തിട്ട് വരണം, ബ്ലഡ് പരിശോധിച്ചിട്ട് വരണം. ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 7ാം മാസത്തിൽ രാവിലെ ഇവിടുന്ന് പോയി. ഒരു 7 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 8 മണിയായപ്പം നമ്മൾ ആ ലാബിലെത്തി. ബ്ലഡ് കൊടുത്തു, ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് കൊടുത്തു. എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സ്കാനിങ്ങിന് പോയപ്പം 11ാമത്തെ ടോക്കൺ നമുക്ക് കിട്ടി. അങ്ങനെ 11ാമത്തെ ടോക്കൺ കിട്ടി. എല്ലാവരും സ്കാനിങ്ങിന് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ താഴെ നിന്നൊരു ചേട്ടൻ വന്നിട്ട് 2 പേരെ കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് നമ്മളെ ചൂണ്ടിയിട്ട് എന്തോ പറഞ്ഞിട്ട് അവരെ കയറ്റി വിടാൻ പറഞ്ഞു. നമ്മുടെ ടോക്കൺ നമ്പറായപ്പോൾ അവരെ കയറ്റി വിട്ടു. പിന്നീട് അങ്ങനെ കുറേ പേരെ നമ്മളെ മാറ്റി നിർത്തി അവരെ കയറ്റി വിടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു എന്താ 11ാമത്തെ ടോക്കൺ അല്ലായിരുന്നോ? അപ്പോൾ അവർ പറഞ്ഞു അല്ല 15ാമത്തെയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കുഴപ്പമില്ല, ഇപ്പോൾ 13 ആയല്ലോ, 15ാമത്തേന് കയറ്റി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് 15 കഴിഞ്ഞ് പിന്നെ ഞാൻ പോകുമ്പം അവർ കയറ്റി വിടുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് പോയി ചോദിക്കുന്നുണ്ട് കയറ്റി വിടുമോ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, ഒന്ന് കയറ്റി വിടുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവർ കയറ്റി വിടുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലോണം പോയി ചൂടായി. ഞങ്ങളുടെ ടോക്കൺ നമ്പർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ കയറ്റി വിടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അടുത്തത് കയറ്റി വിടാമെന്ന് പറഞ്ഞു. അടുത്ത ടോക്കണിൽ എന്നെ കയറ്റി വിട്ടു. അപ്പം ഞാൻ അവിടെ ചെന്ന് നേഴ്സിനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുറച്ച് കഴിയുമെന്ന്. അപ്പോൾ കുറച്ച് ചെയ്യാൻ പറ്റില്ല, ഇപ്പം തന്നെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ കിട്ടും, എന്തായാലും സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നെ കിടത്തി സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതുവരെ പ്രഷറൊന്നുമില്ല, പക്ഷേ ഇപ്പം എനിക്ക് നല്ല പ്രഷറുണ്ടെന്ന് പറഞ്ഞു ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടില്ല. ഡോക്ടർ എന്താ നേഴ്സുമാരോട് എന്താ വർത്താനം പറഞ്ഞ് ഡോക്ടർ ചായ കുടിച്ച് വെള്ളം കുടിച്ച് ഡോക്ടർ ഭയങ്കര എൻജോയ് ചെയ്തിരിക്കും. ഇത്രയും ആൾക്കാർ, ഇത്രയും പേഷ്യൻസ് വന്ന് ഇരിക്കുകയാണ്. അവിടെ വന്നിരിക്കുന്ന അമ്മമാരോടോ ചേച്ചിമാരോടോ ഒരു പരിഗണന പോലും ഈ നേഴ്സുമാരോ ഡോക്ടറോ കാണിക്കുന്നില്ല. ഇവരുടെ കാര്യമാണ് ചെയ്യുന്നത്. ഇത്രയും അമ്മമാരൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ സ്കാനിങ് കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതുപോലെ സ്കാനിങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ വേണ്ടി. അങ്ങനെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയത് നേരെ മാനേജറിന് മുറിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇവർ ഒരു പരിഗണന നമുക്ക് തരുന്നില്ല, നമ്മൾ നിങ്ങളെ വിശ്വസിച്ചല്ലേ ഇവിടെ വരുന്നത്, എന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഒരു പരിഗണന കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാനേജർ പറഞ്ഞു സോറി, ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നാലും ഇനി ഇങ്ങനെ വരുന്ന ആൾക്കാരോട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ വേർതിരിവ് കാണിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ മാനേജറോട് സംസാരിച്ച് പിന്നെ സ്കാനിങ് ഒക്കെ മേടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ കുഴപ്പമില്ല, എല്ലാം നോർമലാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 8ാം മാസത്തിൽ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇനി 9ാം മാസത്തിൽ ഫെബ്രുവരി 9 ഞങ്ങളോട് വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും അല്ല എന്നോടാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഫെബ്രുവരി 9 അഡ്മിറ്റായി. അടുത്ത വീഡിയോ ഞാൻ പാർട്ട് 3 ആയിട്ട് ഇടാം കേട്ടോ.